അൻസിബ ഹസൻ ഉന്നയിച്ച പരാതിയിലൊന്നും കഴമ്പില്ല എന്നുള്ളതാണ് ACPയുടെ റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നത്. അത് അൻസിബയ്ക്ക് കിട്ടുന്ന തിരിച്ചടി ചെറുതൊന്നുമല്ല. നടി ലക്ഷ്മിപ്രിയക്കെതിരെയും ഉൾപ്പെടെ അൻസിബ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് കഴമ്പില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിന് പിന്നാലെ ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആ ലക്ഷ്മിപ്രിയ ഉപയോഗിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ ചിത്രം നമ്മുടെ ന്യൂസ് 18 തന്നെ തംബ്നെയിലാണ്. അതാണ് അവർ അത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു നീണ്ട പോസ്റ്റാണ് ലക്ഷ്മിപ്രിയ ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിലെ വാചകങ്ങൾ വായിക്കാതെ അത് വിശകലനം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൂടി പ്രേക്ഷകരോട് പറയട്ടെ. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലക്ഷ്മിപ്രിയ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ലക്ഷ്മിപ്രിയയുടെ വാർത്താ സമ്മേളനത്തിലും ലക്ഷ്മിപ്രിയയെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ലക്ഷ്മിപ്രിയ ഇട്ടിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഓരോ വാചകങ്ങൾ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിസ്ഥാനമില്ലാത്ത വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നതിനാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നു ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയയ്ക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് അവർ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത്. ഒട്ടുമേ അല്ല എന്നാണ് മറുപടി. 100% അടിസ്ഥാനമില്ലാത്ത ഒരു കേസിൽ ഞാൻ എന്തിന് എൻ്റെ മനസ്സമാധാനം കെടുത്തണം? ഞാനിവിടെ പുതുതായി നിർമ്മിക്കുന്ന ഫാമിൽ കോഴിക്കൃഷി, പശു വളർത്തൽ ഇവ എങ്ങനെ വേണം എന്നതിനെപ്പറ്റി യൂട്യൂബ് വീഡിയോസ് കണ്ടിരിക്കുകയായിരുന്നു. പരിഹസിക്കുകയാണ് അൻസിബയെ, തീർച്ചയായും പരിഹസിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ വരെ അന്വേഷണം പോയ അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ കേസിലാണ് പരാതിക്കാരിയായ അൻസിബയെ പരിഹസിക്കുന്ന രീതിയിലേക്ക്, കളിയാക്കുന്ന രീതിയിലേക്ക് ലക്ഷ്മിപ്രിയ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യത്തെ പാരഗ്രാഫ് കുറിക്കുന്നത്. ഒപ്പം അലിക്കത്ത് എന്ന പേരിൽ ബഷീർ പൊന്നാനി സംവിധാനം ചെയ്യുന്ന ചിത്രം ഞാനാണ് നിർമ്മിക്കുന്നത്. സ്ക്രിപ്റ്റ് ആവർത്തിച്ച് വായിച്ചും തിരുത്തലുകൾ വരുത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ ഒപ്പം ഉണ്ട് ഞാനും. പിന്നെ അമ്മയുടെ ആനുവൽ ജനറൽ ബോഡി റിപ്പോർട്ടിന് വേണ്ട വിവിധ വിഷയങ്ങൾ എഴുതി തയ്യാറാക്കുന്നത് ഞങ്ങൾ 2 വൈസ് പ്രസിഡന്റുമാരുടെ ചുമതലയായിരുന്നു. അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അന്വേഷണ റിപ്പോർട്ട് എത്തി. ആനുവൽ ബോഡി 21-ാം തീയതിയാണ് ഈ മാസം. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റുമാർ. അതിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ 3ാമത്തെ പാരഗ്രാഫ്. 2 പേർ തമ്മിൽ 2 മിനിറ്റ് ഫോണിൽ സംസാരിച്ചാൽ തീരുമായിരുന്ന വിഷയം അതിന് മറ്റേയാൾ തയ്യാറാകാതെ വന്നപ്പോൾ ലാഘവത്തോടെ നിസ്സാരം എന്ന് അയച്ച ആൾ കരുതുകയും ലഭിച്ച ആൾക്ക് അതങ്ങനെ അല്ലാതെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തപ്പോൾ എനിക്ക് പരാതി കൊടുക്കേണ്ടി വന്നു. 4 വരിയിലുള്ള പരാതി. സത്യത്തിൽ പരാതിയല്ല, എൻ്റെ മനോവിഷമം. അതുകൊണ്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അതൊന്ന് ആ കുട്ടിയെ വിളിച്ച് ചോദിക്കണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് അൻസിബ പറഞ്ഞിരുന്നൊരു കാര്യം. ലക്ഷ്മിപ്രിയ തനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ പരാതിയുടെ വിഷയമാണ് ലക്ഷ്മിപ്രിയ ഇവിടെ പറയുന്നത്. അതൊരു പരാതിയല്ല, 4 വരിയിലുള്ള കാര്യമാണ്. അതൊരു 4 വരിയിലുള്ള പരാതിയാണ്. സത്യത്തിൽ പരാതിയല്ല, പക്ഷെ മനോവിഷമമാണ് എന്നതും കൂടി ലക്ഷ്മിപ്രിയ പറയുന്നു. വിളിച്ചപ്പോൾ അവർക്ക് സൗകര്യമുള്ള ദിവസം എത്തി. പറഞ്ഞതിലും അരമണിക്കൂർ നേരത്തെ അവരും, പറഞ്ഞതിൽ അരമണിക്കൂർ വൈകി ഞാനും എത്തി. രേഷ്മ മാഡം മറ്റൊരു പരാതി കേട്ടുകൊണ്ടിരുന്നതിനാൽ പിന്നെയും അരമണിക്കൂർ കൂടി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞപ്പോൾ ആ ക്യാബിനിൽ കയറി. 25 മിനിറ്റിൽ താഴെ ചോദ്യവും പറച്ചിലും കഴിഞ്ഞു. 35 മിനിറ്റ് 20 സെക്കൻഡ് അന്ന് സ്ഥലത്തില്ലാതിരുന്ന ജയേഷ് ഏട്ടനോട് ഫോണിൽ സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞത് പ്രകാരം സ്റ്റേഷൻ റിപ്പോർട്ട് മാഡം എഴുതി. അതിനൊരു 10 മിനിറ്റ് 1:15 റിപ്പോർട്ട് വായിച്ചു കേട്ടു. 1:16 2 ഒപ്പിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് മടങ്ങി. ആ കുട്ടി പുറത്തേക്കും പോയി. അൻസിബ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 3-3.5 മണിക്കൂറുകളോളം വനിതാ സെല്ലിൽ തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, വനിതാ സ്റ്റേഷനിൽ തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ്. സാധാരണയായി വനിതാ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും. പക്ഷെ തനിക്കൊന്നും കിട്ടിയില്ല എന്ന് അൻസിബ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് കൃത്യം ടൈം അനുസരിച്ചാണ് ഇവിടെ ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്താണ് ഈ 3-3.5 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചത് എന്നത് ലക്ഷ്മിപ്രിയയുടെ കൈൻഡ് ഓഫ് ഒരു POV എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിപ്രിയ ഇവിടെ ഒരു പോസ്റ്റിൽ പറയുന്നത്. എന്ത് സംഭവിച്ചു, എന്താണ് ഈ 3.5 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചത് എന്നതിനെ പറ്റി. ഞാൻ വന്നതും പോയതും ഊബർ ടാക്സിയിലായിരുന്നു. ഇതെല്ലാം ഡിജിറ്റൽ രേഖകളായിരുന്നു. ഞാൻ എല്ലാം കൊടുത്തു. പിന്നെ എങ്ങനെ 3 മണിക്കൂർ ഹരാസ്മെൻ്റ് ആകും എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ആ 3 മണിക്കൂർ ഹരാസ്മെൻ്റ് ആകുന്നത് എന്നുള്ള അൻസിബയുടെ ആരോപണത്തെയാണ് ലക്ഷ്മിപ്രിയയോട് എതിർക്കുന്നത്. SIക്കെതിരെയുള്ള ആ കുട്ടിയുടെ പരാതിയിൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇല്ല. SI പുച്ഛത്തോടെ നോക്കി പോലും. അങ്ങനെ ഒരു പുച്ഛഭാവം ഞാൻ കണ്ടില്ല. വലിയ തുക ലോൺ ചോദിക്കുമ്പോൾ ബാങ്ക് മാനേജർമാർ, റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ റെയിൽവേ TTEമാർ, സീറ്റില്ലാതെ ഹോട്ടലിന് വെളിയിൽ നിൽക്കുമ്പോൾ സീറ്റ് കിട്ടിയവർ, അങ്ങനെ ആരെല്ലാം നമ്മളെ പുച്ഛിച്ചു നോക്കുന്നു. നമ്മൾ ആർക്കെതിരെയും കേസ് കൊടുത്തിട്ടുമില്ല, കേസ് എടുക്കാൻ വകുപ്പുണ്ടോ എന്ന് നോക്കിയിട്ടുമില്ല. ഇതിനിടയിലൊക്കെ ഈ ലാഫിങ് ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുച്ഛിച്ച് തന്നെയാണ് ലക്ഷ്മിപ്രിയ ഈ പോസ്റ്റിൽ സംസാരിക്കുന്നത്. അൻസിബയുടെ പരാതികളെ പുച്ഛിക്കുകയാണ്. അൻസിബ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞ വാചകങ്ങളെയും പുച്ഛിക്കുകയാണെന്ന കാര്യത്തിൽ ഇവിടെ ഒരു തർക്കവുമില്ല. എന്തായാലും ജനുവരി 30-ന് ഷേക്ക് ഹാൻഡ് നൽകി പിരിഞ്ഞ ആൾ അമ്മ കുടുംബസംഗമത്തിന് ഒരേ വിളക്ക് പിടിച്ച് നിലവിളക്ക് കൊളുത്തി. ഫെബ്രുവരി 21-ന് രാജിക്കത്ത് നൽകി. മെയ് 12-ന് രാജി അംഗീകരിച്ചു. ശേഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഞാനും കാണുന്നു. ഇതാണ് പറയുന്നത്. മെയ് 12-നാണല്ലോ അൻസിബ
ഈ ഒരു കാര്യം പറയുന്നത്. ടിനി ടോമിനെതിരെയുള്ള പരാതി ഉന്നയിക്കുന്ന സമയമൊക്കെ അപ്പോഴാണ്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഫെബ്രുവരി 21 രാജിക്കത്ത് നൽകിയതെങ്കിൽ എന്തുകൊണ്ട് മെയ് 12 വരെ കാത്തിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം ഉണ്ടല്ലോ, 3 മാസം എന്തുകൊണ്ട് ഈ രാജി അംഗീകരിക്കാൻ സമയമെടുത്തു എന്നുള്ള ചോദ്യം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ജീവിതം എന്നത് സിനിമയല്ല. ഇപ്പോൾ ഈ മുന്നോട്ട് വെച്ച ഓരോ കാര്യത്തിലും നിഗൂഢതയുണ്ട് എന്നതും പിന്നിൽ ആരോ ഉണ്ട് എന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം പരാതി കൊടുക്കും മുമ്പ് സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങളുണ്ടോ എന്ന് വിവരാവകാശം വഴി അറിയുകയുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. മറ്റൊരു വിവരം അന്വേഷിച്ചുകൊണ്ടും വിവരാവകാശം എടുത്തുപോലും. ചുറ്റിലും CCTV ഉള്ളതും ഇന്ന് ഡിജിറ്റൽ യുഗമാണ് എന്നും ആൾ ഓർമ്മിച്ചില്ല. തെളിവുകൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP, കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ വിലപ്പെട്ട സമയം ഈ കുട്ടി കാരണം പാഴാക്കി കളഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാനും കൂടി ഭാഗമായ കാര്യമായതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വളരെ എഫിഷ്യൻ്റായ ഒരു പോലീസ് ഓഫീസർ ഒരു വാക്ക് പോലും അവർ മോശമായിട്ട് പറയുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല. അവരുടെ യൂണിഫോം PSC എഴുതി തന്നെ കിട്ടിയതാണോ എന്ന് വരെ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി സംസാരിച്ചു. പോക്സോ കേസിൽ ഉൾപ്പെടുന്ന കുഞ്ഞുങ്ങളോടും റേപ്പ് വിക്ടിംസായ സ്ത്രീകളോടും സംസാരിക്കുന്ന വളരെ സൗമ്യമായ ഒരു ഉദ്യോഗസ്ഥ. അവരെത്ര ഭംഗിയായ ആളുകളോട് ഇടപെടുന്നവർ ആയിരിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. വളരെ ഗുഡ് സ്കോർ അടയാളപ്പെടുത്തിയിട്ടുള്ള അവരുടെ സർവീസ് റെക്കോർഡ്, അതിൻ്റെ ക്രെഡിബിലിറ്റി വരെ ഈ പെൺകുട്ടി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഓഫീസറായ രേഷ്മ വളരെ മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് അൻസിബ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് അൻസിബയുടെ POV. ലക്ഷ്മിപ്രിയ പറയുന്നത് അവരുടെ സർവീസ് റെക്കോർഡ് പരിശോധിക്കുക, അവരങ്ങനെ ഒരു സ്ത്രീയെ അല്ല എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഞങ്ങളുടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം മൂന്നാമതൊരാൾ ഈ വിഷയം അറിയരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്ന ഇടത്തു നിന്നും കുടത്തിൽ നിന്നും അഴിച്ചുവിട്ട ഭൂതത്തെ പോലെ മറ്റൊരു രീതിയിൽ എന്നെ അവഹേളിച്ചുകൊണ്ട് അസത്യം മാത്രം പറഞ്ഞുകൊണ്ട് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എൻ്റെ അന്തസ്സിനെ, ആത്മാഭിമാനത്തെ, സ്ത്രീത്വത്തിനെ, എന്തിന് 10 വയസ്സായ എൻ്റെ പാവം മകളെക്കുറിച്ച് പോലും ഇല്ലാ കഥകൾ പറഞ്ഞു. അങ്ങനെ മകളെക്കുറിച്ച് പോലും ഇല്ലാ കഥ അൻസിബ ഹസൻ പറഞ്ഞതായി അറിയില്ല. മീഡിയയോട് ആവർത്തിച്ചത് തന്നെ ആവർത്തിച്ചുകൊണ്ട് നിർത്തട്ടെ. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ആളല്ല ലക്ഷ്മിപ്രിയ. സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായി യാതൊന്നും നാളിതുവരെ ഞാൻ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയുമില്ല. ഒരു പരാതി വ്യാജമാകുന്നത് ഒന്നുകിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി കൊടുക്കണം, അല്ലെങ്കിൽ പരാതിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാത്തതാവണം. ഇത് രണ്ടുമല്ലാത്തൊരു പരാതി എങ്ങനെയാണ് വ്യാജമാകുന്നത്? തരം പോലെ ഓരോ ചാനലിനും ഓരോ രീതിയിലും പറഞ്ഞും എൻ്റെ കയ്യിൽ തെളിവായി ഉണ്ട്. ഇനിയാണ് യഥാർത്ഥ നിയമ പോരാട്ടം ആരംഭിക്കുന്നത്. ഇത്രയധികം എന്നെ അധിക്ഷേപിച്ചതിന് അൻസിബ ഹസൻ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അവിടെയാണ് ചോദ്യം. അതായത് അൻസിബ ഹസൻ മാധ്യമങ്ങളോട് വന്ന് തന്നെ അധിക്ഷേപിച്ച കാര്യങ്ങൾക്ക് അൻസിബ മറുപടി പറഞ്ഞേ മതിയാവൂ. നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്ന ആളുകൾ, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, ചെറിയ കാര്യങ്ങളെ ഊതിവീർപ്പിച്ച് വലുതാക്കുന്ന ഈഗോയുള്ള ആളുകൾ, ഇവരെല്ലാം സമൂഹത്തിന് അപമാനകരം തന്നെയാണ്. 10 കോടി രൂപയുടെ മാനനഷ്ടം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യുകയാണ്. ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഹർജി ഫയൽ ചെയ്യുകയാണ് എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. 10 കോടി രൂപയാണ് മാനനഷ്ടം ആയിട്ട് ലക്ഷ്മിപ്രിയ അൻസിബ ഹസനോട് ചോദിക്കാനായി ഒരുങ്ങുന്നത്. സത്യമേവ ജയതേ ധർമ്മമേവ ജയതേ ലക്ഷ്മിപ്രിയ. സത്യം അറിയാതെ എനിക്കെതിരെ വ്യാജ തലക്കെട്ടുകൾ നൽകി യൂട്യൂബ് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ചെയ്ത് അരി വാങ്ങിയവരും കരുതിയിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. യെസ്, അപ്പം താഴെയിട്ടിരിക്കുന്ന ഫോട്ടോ ന്യൂസ് 18 തമ്മിലാണ്. അൻസിബ വിചാരിച്ച ലക്ഷ്മിപ്രിയ തകർന്നു പോവില്ല. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ വാചകമാണ്, നമ്മളതുപോലെയാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നാളുകളായി അമ്മ സംഘടനയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ടിനി ടോം തന്നെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു, മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു എന്നത് ടിനി ടോം പറയുന്നത് നീനാക്കുറുപ്പ് ചേച്ചി കേട്ടു എന്നുള്ളതാണ് അൻസിബ ഹസൻ പറയുന്നതും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നീടുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. അതിനിടെ അൻസിബ ഹസനെതിരെ പരാതിയുമായിട്ട് ലക്ഷ്മിപ്രിയ പോകുന്ന സാഹചര്യമുണ്ട്. അത് വ്യാജ പരാതിയാണെന്ന് അൻസിബ ഹസൻ മാധ്യമങ്ങളോട് പറയുന്നു. പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട്. അതിനിടയിൽ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡ് ആയിട്ട് നിൽക്കുന്നതാണ് അൻസിബ ഹസനെതിരെയുള്ള റിപ്പോർട്ട്. ആ അൻസിബ ഹസനെതിരെയുള്ള റിപ്പോർട്ട്, ACPയുടെ റിപ്പോർട്ടും കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് രേഷ്മ എന്ന പോലീസ് ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ട അവർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അൻസിബയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയാകുന്നത്. കാരണം അതുവരെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അൻസിബയ്ക്കെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നൊരു പശ്ചാത്തലത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അൻസിബ എന്ന് വേണം തന്നെ പറയാൻ. അവിടെ നിന്നുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, പ്രത്യേകിച്ച് ജനറൽ ബോഡി യോഗത്തിൽ, അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ എന്തൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും? അമ്മയ്ക്കുള്ളിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് 2 ചേരിയിലായിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ അമ്മയുടെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അല്ല, അമ്മയുടെ ഭരണം തുടരണം എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഈ 2 സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള തീരുമാനങ്ങൾ, ഇതേത് രീതിയിലൊക്കെ വീശും, ഈ 10 കോടിയുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളത് ഫയൽ ചെയ്യുമോ എന്നുള്ളത് ഈ നിർണായകമായ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലാണ് അറിയാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.